ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ BR ഹിൽസിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെ. പണ്ടത്തെ BS3 മോഡൽ മുതൽ അവ കണ്ടപ്പം ഒരു ആഗ്രഹം ഓടിക്കണം. ഇത് 23 മോഡലാണ്. പണ്ട് നമ്മുടെ കോളേജിലൊരു ഫ്രണ്ടിനെ ഉണ്ടായിരുന്നു, നമ്മുടെ പഴയ മോഡൽ. നല്ല കുട്ടി വണ്ടിയാണ്. കുട്ടി ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കര നിമ്പിളും അജയിലുമായിട്ട് ഭയങ്കര ഒരു നമുക്ക് ഒരുപാട് ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യാത്തൊരു ക്യൂട്ട് വണ്ടി. മോശമാക്കി പറഞ്ഞതല്ല, അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഭയങ്കര ലൈറ്റാണ്. ഓണർ പറയുന്നത് മൈലേജ് 37 ഒക്കെ കിട്ടുമെന്നാണ്. 200cc എനിക്കിതിൻ്റെ റൈഡിങ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്യൂക്ക്. ഈവൻ RR-30 ഡ്യൂക്ക് 39 കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ അവസാനം RR-30 എടുത്തത്. KTM ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞവർ രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ്. ഈവൻ എൻ്റെ 310 അല്ലേ, അത് ഞാൻ ഓടിച്ച് ശീലിച്ചിട്ട് പോലും എനിക്ക് ഇതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിന് നല്ല ബൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ബ്രംബയുടെ ബ്രേക്ക് പാഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു ബ്രേക്ക് പാഡൊക്കെ യൂസ് ചെയ്യുമ്പം ആ ഒരു ഫീൽ ലാക്ക് ചെയ്യുന്ന പോലൊക്കെ തോന്നും. ഇത് ഈവൻ 200 എനിക്ക് തോന്നുന്നു ഓർഗാനിക് പാഡാണ്, പുള്ളി മാറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഈ ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് അതിൻ്റെ മെയിൻ കാരണം. വെയിറ്റ് കുറവായതുകൊണ്ട് ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിനിപ്പോഴും മറ്റേ സ്റ്റോക്ക് വരുന്ന MRF ആണ് കിടക്കുന്നത് ടയർ. സത്യം പറഞ്ഞാൽ ടൂർ ചെയ്യാനൊക്കെ ഇത് മതി. ലൈറ്റ് വെയിറ്റ് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര ഹാൻഡ്ലിംഗ് ഒക്കെ നമുക്കൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമ്മൾ അത്രയും പവറും ഒക്കെ ഉള്ളൊരു വണ്ടി പോലും നമുക്ക് ഭയങ്കര ഹാൻഡിയായിട്ട് ഫീൽ ചെയ്യും. ഇതും അതുപോലെയാണ്. നമുക്ക് ഇപ്പോഴും ഇത് എന്തോ ഒരു പ്രത്യേക ഫീല്. നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്ന ലാഘവം എന്നൊക്കെ പറയത്തില്ലേ, അത്രയും പവറുള്ളൊരു വണ്ടി നമ്മൾ അത്ര ഈസിനെസ്സോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ ഓവർ കോൺഫിഡൻസ് വരുന്നതും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതും. അങ്ങനെയാണ് ഡ്യൂക്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്ര കോൺഫിഡൻസ് വരുന്നൊരു വണ്ടി അത് കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ RR-30 കോൺഫിഡൻസ് ഡ്യൂക്ക് തരാറുണ്ട്. എനിക്ക് ഡ്യൂക്ക് പഴയ മോഡൽ ഓടിച്ചാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മുടെ പണ്ടത്തെ BS3 മോഡലും BS4 ആദ്യത്തെ മോഡലൊക്കെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് ഭയങ്കര സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ RR-30 വരുമ്പോഴും അങ്ങനെയാണല്ലോ, 310 ഒരു ചെറിയ വൈബ്രേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വരുമ്പോൾ നമുക്കിത് ഭയങ്കര സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം KTM ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. മറ്റേ നമ്മുടെ കൂടെയുള്ള ADB 250 ആയപ്പോലും നല്ല സ്മൂത്തറാണ് അതിൻ്റെ എൻജിനൊക്കെ. പണ്ടൊക്കെ KTM ഒക്കെ വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം, ആ സൗണ്ടൊക്കെ രക്ഷയില്ല. ഇതിന് സൗണ്ടൊന്നും അറിയുന്ന പോലും ഇല്ല, സൗണ്ടേ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ ഒരു കൊതി വന്നിട്ട് ഞാൻ ഓടിക്കാൻ ചോദിച്ചാണ്. നമുക്കങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഒരു വണ്ടി കാണുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണം. അത് വലിയ വണ്ടി ചെറിയ വണ്ടി തോന്നില്ല, ഒരു കുഞ്ഞു വണ്ടിയായാലും നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ ചില ഒരു വണ്ടികളോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ ഓടിച്ച് നോക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി തന്നതാണ്. ഏതായാലും ഇത് നമുക്കിപ്പോൾ യൂസ്ഡ് ബൈക്കോ അല്ലെങ്കിൽ പുതിയ മോഡൽ 200 ആയാലും KTM ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കണമെങ്കിൽ പുള്ളിയുടെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.